അങ്ങനെ എന്റെ ദേവുവിന്റെയും ഏട്ടന്റെയും കാര്യത്തിൽ തീരുമാനമായി, അല്ലേ ഉണ്ണിയേട്ടാ? രാത്രി മനുവിന്റെ നെഞ്ചിൽ ചേർന്നിരുന്ന് മീനു ചോദിച്ചു. ഇപ്പൊ വേണ്ട, പെണ്ണിന്റെ പഠിപ്പ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ ആളിന് തന്നെയാണ് ഇപ്പൊ ധൃതി. അവളുടെ കവളിൽ വിരലോടിച്ചുകൊണ്ട് മനു പറഞ്ഞു. പിന്നെ ധൃതിയൊന്നുമില്ല, ഒരു വർഷമായില്ലേ അവരുടെ നിശ്ചയം കഴിഞ്ഞിട്ട്. മീനു കണ്ണൊക്കെ കൂർപ്പിച്ച് മനുവിനെ നോക്കി. ഓ, അല്ലെങ്കിൽ നീ നിന്റെ ഏട്ടന്റെ സൈഡല്ലേ? മനു പിണക്കം ഭാവിച്ചു. ഞാൻ ഏട്ടന്റെയോ കെട്ടിയോന്റെയോ സൈഡല്ല, എന്റെ ദേവുവിന്റെ സൈഡാണ്. മനുവിന്റെ നെഞ്ചി കടിച്ചുകൊണ്ട് പെണ്ണ് പറയെ അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന അവന്റെ കൈയൊന്ന് മുറുകി. ആണോ? നീ ദേവുവിന്റെ സൈഡാണോ? ആ വിടർന്ന കണ്ണുകളിലും കവളിലും ഒക്കെ ചുണ്ടമർത്തി അവൻ ചോദിക്കെ മീനു പിടച്ചിലൂടെ അവനെ ഇരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. ശരത്തേട്ട എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ആളുനെ ഏട്ടന് ഇഷ്ടമില്ലേ? എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഏട്ടാ? പാവമല്ലേ അവൾ, എത്ര നാളായി ഏട്ടനോട് ഇഷ്ടം പറഞ്ഞിട്ട്. ഇപ്പതാ കാശേട്ടനും ദേവുമായുള്ള വിവാഹം ഉടനെ ഉണ്ടാവും. നിങ്ങളുടെ കാര്യം കൂടെ ഉറപ്പായി എനിക്ക് എന്തോരം സന്തോഷാവുമെന്നറിയോ? കണ്ണൊക്കെ നിറച്ചു നിന്ന് അവനെ കയ്യിൽ പിടിച്ച് ചോദിക്കുവാണ് മീനു. മീനു, കണ്ണ് നിറയ്ക്കല്ലേ മോളെ. ഏട്ടനൊരു വിവാഹം കഴിക്കാനോ ഒരു കുടുംബത്തിൽ ചെന്ന് കയറാനോ ഒന്നുമുള്ള യോഗ്യതയില്ല. അതെന്താ ഇല്ലാത്തത്? എന്റെ ഏട്ടൻ നല്ലതാണ്, എനിക്കും മാളുവിനും അവളുടെ അമ്മയ്ക്കും ഒക്കെ അറിയാം. അതല്ല മീനൂട്ടി, ഞാനൊരു കൊലയാളിയുടെ മകനാണ്, അതുപോലെ തന്നെ കൊലയാളിയുടെ സഹോദരനും. നാളെ ഞാനും അതുപോലെ ആയാലോ? ചോദിക്കുമ്പോൾ മുഖം പൊത്തി കരഞ്ഞുപോയി ശരത്ത്. വേണ്ട മീനു ചേച്ചി, നിങ്ങളുടെ ഏട്ടൻ മാറില്ല. ഈ ചിന്തയും കൊണ്ട് അങ്ങോളം ജീവിക്കട്ടെ. ഇനി ഈ മാളു പിന്നാലെ സ്നേഹവും പറഞ്ഞ് പിന്നാലെ വരില്ല. പിന്നെ ജീവനുള്ള കാലത്തോളം മാളു ഇതുപോലെ തന്നെ ഉണ്ടാവും, നിങ്ങളെയും പ്രതീക്ഷിച്ച്. ഇതൊക്കെ കേട്ട് പുറത്ത് മാറി നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരത്തിനോട് പറഞ്ഞു മാളു. മാളു, ദേ നോക്കിയേ, ചേച്ചി പറയട്ടെ. മീനു മാളുവിനെ ചേർത്ത് പിടിച്ചു. ഒന്നും പറയണ്ട ചേച്ചി, ശരത്തേട്ടന്റെ മനസ്സിലെ ഈ ചിന്തകൾ മാറട്ടെ, എന്നിട്ട് എന്നെ വേണമെന്ന് ആള് പറയട്ടെ, അല്ലാതെ ഇനി ഞാൻ പിന്നാലെ വരില്ല. മുഖമൊക്കെ അമർത്തി തുടച്ചുകൊണ്ട് മാള് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ ശരത്തിനെ നോക്കിയിട്ട് മീനു മാളുവിന്റെ പിന്നാലെ പോയി. മാളു, നീ ഏട്ടനോട് പിണങ്ങല്ലേ? ഏട്ടൻ പാവല്ലേടി, നിനക്കറിയില്ലേ ആളിന്റെ സ്വഭാവം? മീനു മാളുവിനെ പിടിച്ചു നിർത്തി പറഞ്ഞു. എന്റെ പൊന്നു മീനു ചേച്ചി, ശരത്തേട്ടന്റെ സ്വഭാവം എനിക്കറിയാം, എന്ന് വെച്ച് അതിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലാന്ന്. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞു ഡോസ് കൊടുത്തതാണ്. പിന്നെ നിങ്ങളുടെ ആ ഏട്ടനെ കൊണ്ട് മാള് പോവും. ചിരിയോടെ മാള് പറയുന്നത് കേട്ടപ്പോഴാണ് മീനുവിന് സമാധാനമായത്. എന്തുപറ്റി? കരഞ്ഞോ കുഞ്ഞാ നീ? എന്റെ കുഞ്ഞിന്റെ മുഖമൊക്കെ ചുവന്നിരിക്കുന്നു. ഓട്ടോ ഒതുക്കിയിട്ടിട്ട് അതിനുള്ളിൽ വാങ്ങി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ സിറ്റ് ഇരുന്ന മീനുവിനോട് മനു തിരക്കി. ഞാനും കുറെയായി ചോദിക്കുവോ മനു, ഈ പെണ്ണ് ഒന്നും മിണ്ടുന്നില്ല. കോളേജിൽ നിന്ന് വന്നപ്പോൾ മുതൽ കണ്ണു നിറയ്ക്കുന്നു, തുടയ്ക്കുന്നു, ഇത് തന്നെ ജോലി. തുളസി മനുവിനോട് പറഞ്ഞതിന് തുളസിയെ തറപ്പിച്ചൊരു നോട്ടോ മുഖം തിരിക്കലുമായിരുന്നു മീനു. ഇതൊക്കെ കണ്ട് മനു താടിയെ കൈയും വെച്ച് അവളെ നോക്കിയിരുന്നു. നീ ഇങ്ങോട്ട് വന്ന് ഇത് കുടിക്കുമോനെ. ഈ പെണ്ണിനെ നോക്കിയിരുന്നാൽ ഇന്ന് നീ പട്ടിണി ഇരിക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കാശി വരാൻ നേരമായി. മനുവിനുള്ള ചായയും പഴംപൊരിയും കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് തുളസി പറഞ്ഞു. അത് കേട്ടതും മീനു ബാഗും എടുത്ത് ചാടി എഴുന്നേറ്റ് മുറിയിലേക്ക് കയറിപ്പോയി. ഈ പെണ്ണിത്. മീനു, നിനക്ക് കുറച്ച് വാശിയൊക്കെ കൂടുന്നുണ്ടേ. നല്ല തല്ല് കിട്ടാഞ്ഞിട്ടാണ്. നീയും കാശിയും ശരത്തും കൂടെ അതിനെ കൊഞ്ചിച്ച് ചീത്തയാക്കി. അതാണ് കാര്യം. എന്റെ കൈവാക്കിന് നിന്നെ കിട്ടട്ടെ, നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. മനു കൊണ്ടുവച്ച സാധനങ്ങൾ എടുത്ത് അകത്തു കൊണ്ടുവച്ചിട്ട് തുളസി ദേഷ്യത്തിൽ പറഞ്ഞതും മീനു ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഇത് പ്രശ്നം ചെറുതല്ലമ്മേ, എന്താന്ന് നോക്കട്ടെ. മനു പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. ഞാൻ അങ്ങോട്ട് പോകുവാണേ മനു. തുളസി മുൻവാതിൽ ചാരി കാശിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ 2 ദിവസമായി മീനുവിന് എന്തോ വിഷമമുണ്ടെന്ന് അവർ ചിന്തിക്കുകയും ചെയ്തു. പൊടി, എന്താ ഉണ്ണേട്ടന്റെ കുഞ്ഞിന്? ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ണൊക്കെ ചുവന്ന് കലങ്ങിയിരിക്കുന്നത് കാണെ മനുവിന്റെ മുഖം മാറി. അവൻ എഴുന്നേറ്റ് വന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചാണ് ചോദിച്ചത്. ഒന്നുമില്ല, വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത്. കുഞ്ഞ, ഇവിടെ നോക്കിക്കേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ കാര്യം പറയപ്പൊടി. മനു പൊട്ടി വന്ന ദേഷ്യം കടിച്ചു പിടിച്ചു പറഞ്ഞു. അറിയില്ല, ചുമ്മാ ഇരിക്കുമ്പോൾ കരച്ചു വരുക, വെറുതെ സങ്കടം തോന്നുന്നു. മീനു ഏങ്ങി കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. ഒന്നുമില്ലാതെ കരയാൻ തോന്നുന്നു. എന്നതാണെന്ന് തുറന്ന് പറഞ്ഞൂടെ പൊടി നിനക്ക്? ദേവനോട് പിണങ്ങിയോ നീ, അതോ കാശിയോട് വഴക്കിട്ടോ? മനു അവളുടെ തടിച്ച കൺപോളയിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ആരോടും പിണങ്ങിയില്ല, വഴക്കും ഇട്ടില്ല. മുഖം കുനിച്ചിരുന്ന് മീനു പറഞ്ഞു. മനു ഒന്ന് മൂളിയിട്ട് തോർത്തെടുത്ത് ബാത്റൂമിൽ കയറി. വാതിലിൽ ചാരി നിന്ന് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു മനു. മീനുവിന്റെ ഈ ഭാവം എന്താണെന്ന് അറിയാതെ അവനെയും തളർത്തുന്നുണ്ടായിരുന്നു. നീ ഒന്നും കഴിക്കുന്നില്ലേ മീനു? കഴിക്കാൻ വിളമ്പി വെച്ചിട്ടും എഴുന്നേറ്റ് വരാതെ കിടക്കുന്ന മീനുവിനെ തുളസി വിളിച്ചു. എനിക്ക് വേണ്ടമ്മ, വിശപ്പില്ല. അതെന്താ മീനു നിനക്ക് വിശപ്പില്ലാത്തത്? വൈകിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ, മര്യാദയ്ക്ക് എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കേ. തുളസി ദേഷ്യത്തിൽ മീനുവിന്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. ആ, വേദനയോടെ ഒന്ന് കരഞ്ഞു മീനു. അമ്മേ,
എന്താ ഇത്? എന്തിനാ വാവയെ നോവിച്ച്? കഴിക്കാൻ വന്ന കാശി ബെഡിൽ ചാരിയിരുന്ന് വെങ്ങിക്കരയുന്ന മീനുവിനെ ചേർത്ത് പിടിച്ചു. എന്തിനാ ഏട്ടന്റെ വാവയ്ക്ക് സങ്കടം? അളിയൻ രാത്രി പോയത് കൊണ്ടാണോ വാവേ? അത് മാഷിന് അത്യാവശ്യം ആയതുകൊണ്ടല്ലേ? മീനുവിനെ ചേർത്തിരുത്തി കാശി ചോദിച്ചു. മീനു ഒന്നും മിണ്ടാതെ തുളസി അടിച്ച സ്ഥലത്ത് തടവിക്കൊണ്ടിരുന്നു. അതൊന്നും അല്ല മോനെ കാര്യം. ഈ പെണ്ണിന് 2 ദിവസമായിട്ട് ഇതാണ് പതിവ്. മുഖവും വേർപ്പിച്ച് കരഞ്ഞ് ആഹാരം കഴിക്കാതെ ഈ ഇരിപ്പ് തന്നെ. ഇന്ന് മനു ദേഷ്യത്തിലാണ് പോയത്. അതിൽ കൂടുതൽ അവന് സങ്കടവും ഉണ്ട്. ആ മോൻ കഷ്ടപ്പെടുന്നത് ഇവൾക്ക് വേണ്ടിയല്ലേ? ഇത് മനസ്സിലാക്കി വേണ്ടേ ഇവൾ ആ കുഞ്ഞിനോട് പെരുമാറാൻ? അതിന് നമ്മളൊക്കെ അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇവൾ അത് മനസ്സിലാക്കാതെ തുളസി വീണ്ടും മീനുവിന് നേരെ കൈ ഓങ്ങിക്കൊണ്ട് കണ്ണുകൾ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു. അമ്മ വിഷമിക്കാതെ. എന്റെ വാവയ്ക്ക് ഒരു ദേഷ്യവുമില്ല. അവൾ നല്ല കുട്ടിയാണ് അല്ലേടാ? മീനുവിന്റെ നെറുകയിൽ ചുണ്ടു ചേർത്ത് കാശി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ ഇരുവരെയും നോക്കിയിരുന്നു. അമ്മ കഴിക്കാൻ വിളമ്പി വെക്കേ, ഞങ്ങൾ വരാം, കാശി പറഞ്ഞു. തുളസി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വാവേ, എന്താ പറ്റിയത്? ദേവ് ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? അവൾക്ക് കല്യാണത്തിന് മുമ്പ് ചെയ്യേണ്ട എന്തോ നേർച്ചയൊക്കെ ചെയ്യാൻ പോയതല്ലേടാ? കാശി അവളുടെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചു. അതൊന്നും എനിക്കറിയൂല. പക്ഷെ എപ്പോഴും കരച്ചിൽ വരും, ചിലപ്പോൾ ദേഷ്യവും. ഇന്നെന്റെ ഉണ്ണേട്ടനോട് എനിക്ക് ദേഷ്യം വന്നു. മുഖം പൊത്തി വിങ്ങി കരഞ്ഞു മീനു. അതൊക്കെ അളിയൻ വരുമ്പോ നമുക്ക് പറഞ്ഞ് സെറ്റാക്കാം. ഇപ്പൊ ഏട്ടന്റെ വാവ വന്ന് ഇത്തിരി എന്തെങ്കിലും കഴിക്കടാ. അവളെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് കാശി പറഞ്ഞു. എനിക്ക് ഉപ്പുമാങ്ങയും ചോറും മതി. വാടിയ മുഖത്തോടെ അവൾ പറഞ്ഞു. എന്ത് വേണേലും തരാം, ഏട്ടന്റെ വാവ കഴിച്ചാൽ മതി. കാശി അവളെ കൊണ്ടുവന്ന് കഴിക്കാനിരുത്തിയപ്പോൾ തുളസിക്ക് കണ്ണുകൾ നിറഞ്ഞു. ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറ് തനിയെ വിളമ്പി മീനു, കൂടെ കുറച്ച് ഉപ്പിലിട്ട വെച്ച മാങ്ങയും. തുളസി കാശിക്ക് ചോറും സാമ്പാറും മാങ്ങാച്ചാറും വിളമ്പി, കൂടെ മീൻ വറുത്തതും. നിനക്ക് വറുത്ത മീൻ വേണ്ടേ മീനുട്ടി? കാശി തിരക്കി. വേണ്ടേട്ടാ, ഇത് മതി. ചോറൊന്നും തന്നെ കഴിക്കാതെ മാങ്ങ മാത്രം പെറുക്കി കഴിച്ചു മീനു. തുളസിയാകട്ടെ അവളുടെ ഈ ചെയ്തികളൊക്കെയും ഒന്നും മിണ്ടാതെ നോക്കി ദേഷ്യത്തോടെ നിന്നു. എനിക്ക് മതിയായി ഏട്ടാ, ഞാൻ പോയി കിടക്കട്ടെ, ഉറക്കം വരുവാ. കാശിയോട് പറഞ്ഞിട്ട് മീനു മെല്ലെ എഴുന്നേറ്റ് പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകി വെച്ചിട്ട് റൂമിലേക്ക് പോയി. അമ്മ വിഷമിക്കേണ്ട, ഇന്നൊരു ദിവസം ഇങ്ങനെ പോകട്ടെ. നാളെ രാവിലെ ദേവുവൊക്കെ വരും. ഇനി നമ്മളോട് പറയാത്ത കാര്യമായാലും അവളോട് പറയാതിരിക്കില്ല. പിന്നെ അളിയനെ ഞാൻ വിളിച്ചോളാം. അമ്മ ഇങ്ങോട്ടിരുന്ന് കഴിച്ചേ, കാശി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട മോനെ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയതാണോ ആവോ. വേദനയോടെ അവർ കണ്ണുകൾ തുടച്ചു. ഇരുവരും സങ്കടത്തോടെയാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത്. രാവിലെയാണ് മനു മടങ്ങി വന്നത്. വരുമ്പോൾ തുളസി മുറ്റം തൂക്കുകയായിരുന്നു. പൊടി ഉണർന്നില്ലേ അമ്മേ? ഇന്നലത്തെ സങ്കടമൊക്കെ മാറിയോ അവൾക്ക്? തുളസിക്കരികിൽ വന്ന പാടെ മനു അതാണ് ചോദിച്ചത്. രാത്രി ഒന്നും കഴിച്ചില്ല മോനെ. ഇപ്പൊ ഞാൻ നോക്കി, ഉറക്കാണ്. മോൻ അങ്ങോട്ട് ചെല്ല്, ഞാൻ കട്ടനിട്ട് വെച്ചിട്ട് വിളിക്കാം. കാശിയും ഉണർന്നില്ല. ചൂല് മാറ്റിവെച്ച് കൈ കഴുകിക്കൊണ്ട് തുളസി പറഞ്ഞു. മനു ഒന്ന് മൂളിക്കൊണ്ട് വീടിനുള്ളിൽ കയറിപ്പോയി. തുളസി അടുക്കളയെ കട്ടനിടുമ്പോഴാണ് ഈ മാസം മീനുവിന് പീരിയഡ്സ് വന്നില്ലല്ലോ എന്നൊരു ഓർമ്മ വന്നത്. ഈശ്വര, ഇനിയിപ്പൊ അതാകുമോ? ഇങ്ങനെയൊക്കെ പതിവില്ലാതെയുള്ള അവളുടെ പെരുമാറ്റത്തിന്റെ കാരണം? അവളുടെ ഉപ്പുമാങ്ങ തീറ്റ, കാരണമില്ലാതെയുള്ള കരച്ചിൽ, ദേഷ്യം, ആഹാരത്തോട് വെറുപ്പ്. തുളസി ഒന്ന് ഓർത്തു നോക്കി. ദൈവമേ, എന്റെ മോള്. നെഞ്ചിൽ കൈവച്ച് അവർ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. മനു ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്ത് കയറി വാതിൽ അടച്ചു കുറ്റിയിട്ടു. പിന്നെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന മീനുവിന്റെ അരികിൽ അവളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു. ആ അഴിഞ്ഞു ചിതറിയ തലമുടിയിൽ മുഖം അമർത്തി. ഉണ്ണിയേട്ടാ. ആ ഉറക്കത്തിൽ മീനു പതിയെ വിളിച്ചു. പൊടിയേ. മനു അവളെ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ മുറുക്കി പിടിച്ചു വിളിച്ചു. ഒന്ന് ഞെളിഞ്ഞ് പിരിഞ്ഞ് തിരിഞ്ഞ് മനുവിന്റെ നെഞ്ചിലേക്ക് ചേർന്നു മീനു. സങ്കടവും കരച്ചിലും ഒക്കെ മാറിയോ കുഞ്ഞാ? അവളുടെ മുഖം നെഞ്ചി ചേർത്ത് വെച്ച് മനു ചോദിച്ചു. പാതെ ഉറക്കത്തിൽ അവനെ ചുറ്റിപ്പിടിച്ച് മൂളി മീനു. പൊടിയേ. മനു ആ മുഖത്ത് ആകെ ചുണ്ടു ചേർത്തുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. മീനു വീണ്ടും മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖമർത്തി വെച്ചു. ഉണ്ണേട്ടന്റെ പൊടിക്കുട്ടി ഇന്ന് ഹാപ്പി ആയിട്ട് എഴുന്നേക്കണം കേട്ടോ, അവളുടെ വിടർന്ന ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മനു പറഞ്ഞു. ഇന്ന് സങ്കടമൊന്നുമില്ല ഉണ്ണിയേട്ടാ, ഒരുപാട് സന്തോഷം തോന്നുവാ എനിക്ക്. മീനു അവന്റെ നെഞ്ചിലൊന്ന് മുത്തിയിട്ട് പറഞ്ഞു. എന്നാൽ എന്റെ കുഞ്ഞിനെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി വാ. അവിടെ അമ്മയും കാശിയും സങ്കടപ്പെട്ടിരിക്കുവാണ്. മീനുവിന്റെ മൂക്കിൻ തുമ്പൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് മനു പറഞ്ഞു. അവനും എന്തിനെന്നറിയാത്ത നെഞ്ചു നിറയുന്ന സന്തോഷം തോന്നി. ഉണ്ണേട്ടൻ ഫ്രഷായിട്ട് കുഞ്ഞ് ഫ്രഷാക്കാൻ പൊക്കോളാം, മനുവിന്റെ കവളിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു മീനു. മനു ഒരു ചിരിയോടെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറിയതും അവൾ പതിയെ എഴുന്നേറ്റ് ബെഡൊക്കെ ഒതുക്കി ഷീറ്റൊക്കെ മടക്കി വെച്ച് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. ഇനി വേഗം ഫ്രഷായി വാ, ഉണ്ണേട്ടൻ പുറത്തുണ്ടാവും. തോർത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് മനു പറഞ്ഞു. തല കുലുക്കി സമ്മതിച്ച് എല്ലാം എടുത്ത് അവൾ കുളിക്കാൻ കയറിയിട്ടാണ് മനു ഹാളിലേക്ക് ഇറങ്ങി വന്നത്. മീനു എവിടെ മോനെ? മനു വാതിൽ തുറക്കുന്നത് കാത്തു നിന്നതുപോലെ തുളസി ഓടി അവന്റെ അരികിൽ വന്ന് ചോദിച്ചു. എന്താ അമ്മേ? അവൾ കുളിക്കാൻ കയറി, ഇപ്പൊ വരും.
എന്ത് പറ്റി അമ്മേ? എന്തിനാ ടെൻഷൻ ആകുന്നത്? കാശിയ എഴുന്നേറ്റ് വന്നു. അത് മക്കളെ, മീനു മീനു മോള്, നമുക്കിവിടെ ഒരു കുഞ്ഞുവാവ് വരാൻ പോകുവാണോ എന്ന് അമ്മയ്ക്കൊരു സംശയം. ഉറപ്പില്ല, ഒന്ന് ആശുപത്രി പോയി നോക്കാമോ? തുളസി ആകുലതയോടെ പറഞ്ഞു. എന്താ, സത്യമാണോ അമ്മേ? ഇരുവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. അറിയില്ല, എനിക്കൊരു സംശയം. അവർ ഇരുവരെയും മാറി മാറി നോക്കി. ഞാനൊന്ന് നോക്കട്ടെ. മനു വേഗം തിരികെ മുറിയിൽ കയറി വാതിൽ ചാരി. കുളിച്ചിറങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സിന്ദൂരം തൊടുകയായിരുന്ന മീനുവിനെ പിന്നിൽ നിന്ന് പുണർന്നു അവൻ. പൊടിയേ, ഉണ്ണീടന്റെ കുഞ്ഞ, വന്നോടാ നമ്മുടെ പൊന്ന്, വന്നോടാ കുഞ്ഞ. മനു അവളെ തിരിച്ചു നിർത്തി ആ കുഞ്ഞുമുഖം കൈകളിൽ ഒതുക്കി പിടിച്ച് ആ മുഖത്താകെ ചുണ്ടമർത്തിക്കൊണ്ട് നിറമിഴിയോടെ ചോദിച്ചു. ആര് വന്നോന്ന്? മീനു ഒന്നും മനസ്സിലാകാതെ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ പ്രണയത്തിന്റെ അടയാളം. അവളെ ഇടത് കൈകൊണ്ട് നെഞ്ചോട് ഒതുക്കി പിടിച്ച് ആ കുഞ്ഞു വയറി തലോടി മനു പറഞ്ഞു. ശരിക്കും വന്നിട്ടുണ്ടാവോ ഉണ്ണിയേട്ടാ? നിറഞ്ഞു തോന്നുന്ന മിഴിയോടെ മീനു മുഖമുയർത്തി അവനെ നോക്കി. അറിയില്ല, അമ്മ ഒരു സംശയം പോലെ പറഞ്ഞതാണ്. നമുക്ക് ആശുപത്രി പോകാൻ പൊടിയേ, എന്നാലേ എനിക്കൊരു സമാധാനം വരും. എന്നിട്ട് നമുക്കിത് ആഘോഷിക്കണം കേട്ടോ. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ച് മീനു പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ലോകം തന്നെ പിടിച്ചടക്കിയപ്പോലൊരു സന്തോഷത്തിലായിരുന്നു മനു. മീനുവിനെ കോരിയെടുത്ത് വട്ടം കറക്കി നിലത്ത് നിർത്താതെ കൊണ്ടുവന്ന് കാറിൽ ഇരുത്തി മനു. അമ്മേ, ഇവിടെ നിന്നോ, ഞാൻ പോയി മെഡിസിൻ വാങ്ങിയിട്ട് വരാം. മീനുവിനെയും കൊണ്ടുള്ള മനുവിന്റെ പോക്ക് കണ്ട് ചിരിയോടെ കാശി തുളസിയോട് പറഞ്ഞിട്ട് ഫാർമസിയിലേക്ക് പോയി. ഉണ്ണിയേട്ടന്റെ പൊടിയെ, അടുത്ത പൊടിയിങ്ങ് പോരാൻ തയ്യാറാണെന്ന് മീനുവിന്റെ നെറ്റി വാത്സല്യത്തോടെ ചുംബിച്ചു മനു. ഇതെന്റെ പൊന്നുമണിക്ക്. അവളുടെ വയറിലേക്ക് മുഖം കുനിച്ച അരുമയോടെ മുത്തി മനു പറഞ്ഞു. പൊന്നുമണിയോ? മീനു കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. എന്റെ പൊടിക്കുട്ടിയുടെ കുഞ്ഞു വരെ നമ്മുടെ പൊന്നുമണി സുഖമായിട്ട് കിടക്കുവാണ് എന്നാ ഡോക്ടർ പറഞ്ഞത്. മനു മുഖം താഴ്ത്തി അവളുടെ ചുവന്നുപോയ മുഖത്ത് ചുണ്ട് ചേർത്ത് വെച്ചു. ഇനിയൊക്കെ വീട്ടിൽ പോയിട്ട് മീനുവിനെ ചേർത്ത് പിടിച്ചിരുന്നു പറഞ്ഞു മനു. വീട്ടിൽ ചെന്ന് കയറിയ നിമിഷം മുതൽ മീനുവിനെ കാശിയും മനുവും കൂടെ തറയിലും തലയിലും വെക്കില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയിലായിരുന്നു. ഒടുവിൽ തുളസി തവയും എടുത്തുകൊണ്ട് ഓടിച്ചു കണ്ടിനെ. അപ്പൊ നീ ഇനി ക്ലാസ്സിൽ വരില്ലേ മീനു? തറവാട്ടിൽ നിന്ന് വീട്ടിലെത്തിയതും മീനുവിന്റെ വിശേഷം അറിഞ്ഞ ഉടനെ ഓടി വന്നതാണ് ദേവു. പിന്നെ ക്ലാസ്സിൽ വരാതെ എന്റെ വാവയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അല്ലേടാ? കാശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതന്നെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വന്നില്ലെങ്കിൽ എന്റെ സ്റ്റുഡന്റ് ഉഴപ്പനാകും. അതുകൊണ്ട് ഇനി എത്ര വയ്യെങ്കിലും ഞാൻ വരും, പഠിക്കും, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. മീനുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന മനുവിനെ നോക്കി പുഞ്ചിരിയോടെ മീനു പറഞ്ഞു. യോ ടി, അപ്പൊ കല്യാണത്തിന് നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റൂലല്ലേ? മീനുവിന്റെ വയറിൽ കൈ ചേർത്ത് വെച്ച് ദേവ് തിരക്കി. ഇവളിത്, അതിന് നിന്റെ കല്യാണത്തിന് ഡാൻസ് ഉണ്ടാവുന്ന ആരടി പറഞ്ഞത്? മനു ചാടി എഴുന്നേറ്റ് ദേവിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. വേറെ ആര് പറയണം, ഞങ്ങൾ തീരുമാനിച്ചതാണ് അല്ലേടി? ദേവ് മീനുവിനോട് ചോദിച്ചു. അവൾ വിഷമത്തോടെ തലയാട്ടി. ഈ സമയത്ത് ദേഹം ഒരുപാടൊന്നും ഇളകിക്കൂടാ, ഡാൻസ് ഒക്കെ പിന്നീട് കളിക്കാം. ഇപ്പൊ അതേക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ ഏട്ടന്റെ വാവ. കാശി മീനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ദേവുവിനെ നോക്കി കണ്ണുരുട്ടി. പിന്നീട് അങ്ങോട്ട് മീനുവിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തും ഇഷ്ടമുള്ളതൊക്കെ കൂടെ നിന്ന് ചെയ്യിച്ചും ഒക്കെ അവളുടെ ഗർഭകാലം ആസ്വദിക്കുകയായിരുന്നു കാശിയും മനുവും തുളസിയും. ഇതിനിടെ ശരത്ത് മാളുവിന്റെ പ്രണയം സ്വീകരിച്ചു. എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. 3 മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് കല്യാണം. കാശിയും ദേവും അവരുടെ പ്രണയം സഫലമാകുന്ന ദിവസം. വലിയ ആർഭാടമൊന്നുമില്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി കാശി ദേവുവിനെ സ്വന്തമാക്കിയപ്പോൾ ഒരു സഹോദരിയുടെ കൂട്ടുകാരിയുടെ എല്ലാ കടമയും നിർവഹിച്ചു മീനു തന്നെ ആ താലി കെട്ടാൻ മുടി ഒതുക്കി സഹായിച്ചു. ഊട്ടുപുരയിൽ ഏർപ്പാടാക്കിയ സദ്യയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മീനു ശരിക്കും തളർന്നു പോയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുഞ്ഞ, സാരിയൊന്നും വേണ്ടാന്ന്. ഇത്തിരി പുറത്തേക്ക് കാണാൻ തുടങ്ങിയ ഉണ്ണി വയറി തലോടി മനു പറഞ്ഞു. അതുകൊണ്ടൊന്നും അല്ല ഉണ്ണിയേട്ടാ, സദ്യ കഴിച്ചപ്പോൾ പൊന്നുമണിക്ക് ക്ഷീണമാണെന്ന്, അല്ലാതെ എനിക്കൊരു കുഴപ്പവുമില്ല. മനുവിന്റെ നെഞ്ചി ചാഞ്ഞു നിന്ന് മീനു പറഞ്ഞു. അതിയായ സ്നേഹത്തോടെ മനു അവന്റെ പ്രാണനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദേവു മീനുവിന്റെ കാശിയുടെയും കൈ പിടിച്ച് വൃന്ദാവനത്തിന്റെ പടി വലതുകാൽ വെച്ച് കയറി. ഇതൊക്കെ വേണോ? ഇങ്ങനെയൊന്നും ആരും ഇപ്പൊ ചെയ്യില്ല. മീനുവും സനയും കൂടെ ദേവുവിനെ സെറ്റുമുണ്ട് ഉടുപ്പിക്കുന്നത് കണ്ട് ഒരു കുശുമ്പോടെ വീണ പറഞ്ഞു. അതെ, പറയുന്നതുകൊണ്ട് ദേവുവിന്റെ ചേച്ചിക്കൊന്നും തോന്നരുത്. ഞങ്ങളുടെ നാത്തൂനെ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിന് നാത്തൂന്റെ ചേച്ചിയുടെ അനുവാദം തൽക്കാലം ചോദിക്കുന്നില്ല. ഇപ്പൊ ചേച്ചി ഒന്ന് പോയാട്ടെ. പുറത്തേക്ക് കൈ ചൂണ്ടി സന പറയെ മീനു വല്ലായ്മയോടെ ദേവുവിനെ നോക്കി. എവിടെ? അവൾ സെറ്റുമുണ്ടിന്റെ ഭംഗി നോക്കുന്നു. വീണ ദേവു എന്തെങ്കിലും പറയുമോ എന്ന് നോക്കിയെങ്കിലും അവൾ ശ്രദ്ധിച്ചത് പോലുമില്ല. അതോടെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി വീണ. ക്ഷീണം തോന്നുന്നുണ്ടോ രണ്ടിനും? രണ്ടാളുടെ നിൽപ്പ് കണ്ട് ദേവു തിരക്കി. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഈ ഒരു ദിവസം നിന്നെ ഇങ്ങനെ അണിയിച്ചൊരുക്കി ഏട്ടന്റെ അടുത്ത് എത്തിക്കണം എന്നത് ഞങ്ങളുടെ രണ്ടിന്റെ സ്വപ്നമാണ്. ഏറ്റവും ഒടുവിൽ പൂവ് കൂടെ വെച്ച് അത് സുന്ദരിയാക്കി ഒരുക്കി കയ്യിൽ പാൽ ഗ്ലാസും കൂടെ വെച്ചു കൊടുത്തിട്ട് മീനു പറയവേ
ഇരുവരുടെയും കവളിൽ ചുണ്ടു ചേർത്ത് പുഞ്ചിരിച്ചു ദേവു. ഇരുവരും കൂടെ തന്നെ കാശിയുടെ റൂമിൽ ദേവുനെ ആക്കി വാതിൽ ചാരി. വന്നു എന്റെ വായാടി. കാശി അവളെ ചേർത്ത് പിടിച്ച് വാതിലടച്ച് കുറ്റിയിട്ടു. തളർന്നു രണ്ടാളും. ദേവുനെ റൂമിലാക്കിയിട്ട് വന്ന മീനുവിനെയും സനയും നോക്കി മനു ചോദിച്ചു. മീനുവും തുളസിയും പുഞ്ചിരിയോടെ ഇരുന്നതേ ഉള്ളൂ. നാളെ തറവാട്ടി പോകണ്ടേ? ഇനിയിരുന്ന് സമയം കളയണ്ട. വാ രണ്ടാളും വന്ന് കിടന്നു. മീനു തന്നെ മൂളിക്കൊണ്ട് ആദ്യം എഴുന്നേറ്റു. അവൾക്ക് അത്രയും ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. തളർന്ന ഉണ്ണിയേട്ടന്റെ കുഞ്ഞൻ. അവളെ ബെഡിൽ കോരിയെടുത്ത് കിടത്തി ഇട്ടിരുന്ന ടോപ്പ് അഴിച്ചു മാറ്റി ആ വയറിൽ തലോടി മനു ചോദിച്ചു. ക്ഷീണം തോന്നുന്നു ഉണ്ണിയേട്ടാ, പക്ഷെ ഉറക്കം വരുന്നില്ല. നാളെ അവിടെ ചെല്ലുമ്പോൾ ആ നാടും വീടും അമ്മയെ ഉപേക്ഷിച്ച ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു ഉണ്ണിയേട്ടാ. വിറയ്ക്കുന്ന ശബ്ദത്തിൽ മീനു പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല, ഉണ്ണിയേട്ടൻ കൂടെയില്ലേ. പിന്നെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും തയ്യാറായി കാശിയില്ലേ. പിന്നെന്താ, നാളെ ആ ആളുകളെ അമ്മ ഫേസ് ചെയ്യും. അഭിമാനത്തോടെ ആ മനുഷ്യർക്ക് മുന്നിൽ അമ്മ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും. ആ ഒരു ഉറപ്പ് പോരെ ഉണ്ണിയേട്ടന്റെ പൊടിക്ക്. മനു ഓരോന്നും പറയുമ്പോൾ ആ മുഖത്ത് ഓരോ കോണിലും ചുണ്ടുകൾ പതിഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ വലത് കൈ നഗ്നമായ അല്പം വീർത്തു നിൽക്കുന്ന ആ വയറിലും തലോടിക്കൊണ്ടിരുന്നു.